الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أرسله إلى كافة الخلق لإظهار الإيمان وعلى آله وصحبه الذين جاهدوا بإزالة الكفر والطغيان نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صدق الله مولانا العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم اجعل نصيحتنا نصيحة معسرة في قلوب الناس. ബഹുമാനമുള്ള വിശ്വാസി സമൂഹമേ, സഹോദരങ്ങളെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ് ഫദൽ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട്, അവൻ്റെ കൃപ കൊണ്ട്, ദയ കൊണ്ട് വിശുദ്ധമായ റമദാനിലെ മുഴുവൻ സുഹൃത്തുക്കളെയും സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ ഈ വിശുദ്ധമായ റമദാനിൻ്റെ 1 മുതൽക്ക് തന്നെ ചുരുങ്ങിയ സമയത്തിലുള്ള ചെറിയ ക്ലാസ് അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വിശുദ്ധമായ നോമ്പിൻ്റെ 4-ാം ദിവസമാണ്. വിശുദ്ധമായ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ വെറുതെ വിശപ്പ് സഹിച്ചിരിക്കലും ദാഹം സഹിച്ചിരിക്കലും മാത്രമല്ല ഈ നോമ്പ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ പ്രതീക്ഷയോടെ റബ്ബിലേക്ക് എപ്പോഴും കരങ്ങൾ നീട്ടുന്നവരാണ്. സാധാരണ മാസങ്ങളെ പോലെ അല്ലല്ലോ വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങൾക്കും ഓരോ മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കും വലിയ പവിത്രതയും മഹത്വവും പ്രാധാന്യമുണ്ടെന്ന് വിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ ഹദീസും നമ്മളോട് ഒട്ടനവധി സ്ഥലങ്ങളിലൂടെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മാസങ്ങളെക്കാൾ ഒരു വലിയ പ്രതീക്ഷയോടെ, വലിയൊരു ആഗ്രഹത്തോടെ, വലിയ താല്പര്യത്തോടെ വിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ സുഹൃത്തുക്കൾ പങ്കാളികളായി റബ്ബിൻ്റെ അടുക്കലേക്ക് വലിയ പ്രതീക്ഷയോടെ കൈകൾ ഉയർത്തേണ്ട ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിലവിലുള്ളത്. വിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ 10 ഏതാണ്ട് 4-5 ദിവസത്തോളമായിരിക്കും. 4 ദിവസം, ഇന്ന് ഏതാണ്ട് 5ാമത്തെ തറാവീഹിലേക്ക് കടക്കുകയാണ് നമ്മൾ. പെട്ടെന്നതായി ഇതിൻ്റെ സമയങ്ങൾ, അതിൻ്റെ സെക്കൻഡുകൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിലപ്പെട്ടതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഒരു മനുഷ്യനെ കൽബുണ്ടെന്നും ആ കൽബ് സംസ്കരിക്കപ്പെടേണ്ടതാണെന്നുള്ള ഉത്തമമായ ബോധവുമുള്ളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധമായ റമദാനിൽ നിന്നും കടന്നുപോയ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളൊക്കെ നമുക്ക് വലിയ വിലപ്പെട്ടതാണ്. കഴിഞ്ഞുപോയ ദിവസങ്ങൾ നമുക്ക് വലിയ ആശങ്കയുണ്ട്. നമ്മുടെ അമലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു 3-4 നോമ്പ് പിടിച്ചോ, അത് സ്വീകരിച്ചിട്ടുണ്ടോ? അതിൽ ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ട്, അതിൽ മറ്റോ ദിക്റുകൾ, സലാത്തുകൾ നടത്തിയിട്ടുണ്ട്, ചൊല്ലിയിട്ട് ധാരാളം സുഹൃത്തുക്കൾ ചൊല്ലിയിട്ട് ഒരു പ്രതീക്ഷ ഉണ്ടാകണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്.
അതായത് വിശുദ്ധമായ ഹദീസും അതുപോലെ ഖുർആനും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, നമ്മൾ ഈ വിശുദ്ധമായ റമദാൻ എത്താൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെ നോക്കിയിരുന്ന ആളുകളാണ് അല്ലേ. വലിയ ആഗ്രഹത്തോടെ 1.5 മാസമായി നമ്മൾ പ്രാർത്ഥനയിലായിരുന്നു. അത് 2 മാസത്തോളമായി റജബിലും ഷഅബാനിലൊക്കെ വലിയ പ്രാർത്ഥന നടത്തിയവരാണ് നമ്മൾ. എന്തിന്? ഈ വിശുദ്ധമായ റമദാനിൽ പ്രതീക്ഷിച്ചിട്ട് ആ പ്രതീക്ഷയോടെ, ഇത് റമദാനിലേക്ക് എത്താൻ എത്ര പ്രതീക്ഷയോടെയാണോ അള്ളാഹുവിലേക്ക് നമ്മൾ പ്രാർത്ഥനാ നിരതരായത്, ആ ഒരു പ്രതീക്ഷയോടെ തന്നെ അതിനേക്കാൾ 1 മടങ്ങ് കൂടി മുന്നിൽ, ഒരു പാദം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് വേണം പ്രതീക്ഷയോടെ ഈ വിശുദ്ധമായ റമദാന്റെ ഓരോ സമയങ്ങളെയും നമ്മൾ നീക്കിക്കൊണ്ടുപോകാൻ. നമ്മൾ ദ്വാരത്തില്ലേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ, ഷഅബാനിലും അതുപോലെ തന്നെ റജബിൽ ഞങ്ങൾക്ക് വലിയ ബറക്കത്ത് നൽകണേ എന്ന് നമ്മൾ ദ്വാരുന്നതല്ലേ. അങ്ങനെ നമ്മൾ എന്താണെങ്കിലും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ വലിയ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ വലിയ ആഫിയത്തോടു കൂടി, വലിയ സന്തോഷത്തോടു കൂടി, വലിയ ആഗ്രഹത്തോടു കൂടി, വലിയ താല്പര്യത്തോടു കൂടി തന്നെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? ഈ വിശുദ്ധമായ റമദാൻ, അതിഥിയാകുന്ന വിശുദ്ധമായ റമദാൻ നമ്മുടെ മുമ്പിൽ എത്തിയപ്പോൾ നമ്മൾ അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ തുറന്ന മനസ്സുമായി 100% സന്തോഷം നിറഞ്ഞ, താല്പര്യം നിറഞ്ഞ, ഇഖ്ലാസ് നിറഞ്ഞ, ഈമാൻ നിറഞ്ഞ, തവക്കുൽ നിറഞ്ഞ, തഖ്വ നിറഞ്ഞ മനസ്സുമായി നമ്മൾ 100% മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഈ വിശുദ്ധമായ റമദാനാകുന്ന അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി വന്നവരാണ്. വലിയ പ്രതീക്ഷയിലാണ് ഈ സമുദായം. ഇനി വളരെ 10-24 ദിവസം, 10-25 ദിവസമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുള്ളത്. ഈ ദിവസങ്ങളിൽ നിരവധി മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്ത, നമ്മുടെ മനസ്സുകൾക്കൊക്കെ നമ്മുടെ ചിന്തകൾക്ക് അതീതമായി അതിനപ്പുറമായ വലിയ നിഅമത്തുകൾ പ്രതീക്ഷിച്ചു കൊള്ളണം. ആ ഒരു നിലയിലായിരിക്കണം ഈ എൻ്റെ അതിഥിയെ സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ, ഹദീസിലൂടെ വിശുദ്ധമായ ദീൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ അതിഥികളെ സ്വീകരിക്കുന്നത് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് ഇസ്ലാം അല്ലേ. അതിഥികളെ സ്വീകരിക്കുന്ന വിഷയത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു അമലാണ്, ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ് ഈ അതിഥികളെ സ്വീകരിക്കുക എന്നുള്ളത്. ധാരാളം ഹദീസുകൾ വന്നിട്ടില്ലേ. വിശുദ്ധമായ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ അതിഥികളെ സ്വീകരിക്കേണ്ടതിന്റെ, അവരോട് മാന്യമായി പെരുമാറേണ്ടതിന്റെ, അവർ വന്നാൽ അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കേണ്ടതിന്റെ, അവർക്ക് വേണ്ട പാനീയം കൊടുക്കേണ്ടതിന്റെ, അവർക്ക് വിരിപ്പ് വിരിച്ചു കൊടുക്കേണ്ടതിന്റെ അനിവാര്യത പോലും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. ഒരു മനുഷ്യൻ അതിഥിയായി നമ്മുടെ വീട്ടിൽ വന്നാൽ 3 ദിവസം നമ്മുടെ അതിഥിയാണ്. അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കേണ്ട ബാധ്യത, ധാർമ്മികമായ ബാധ്യത ഒരു വിശ്വാസിയുടേതാണ് എന്ന് വിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആവോളം പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ കാണാം. അത് വളരെ ഗൗരവത്തോടെ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊന്നി പറഞ്ഞൊരു കാര്യമാണ്. ഈ അതിഥികളെ സ്വീകരിക്കുന്നതിന്റെ മഹത്വവും, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ, അവരോടുള്ള കാണിക്കേണ്ട ബഹുമാനത്തിന്റെ, അവരോട് കാണിക്കേണ്ട മര്യാദയുടെ, അവരോട് കാണിക്കേണ്ട മാന്യതയുടെ ഒക്കെ പല ഭാഗങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. വിശദമായ ഹദീസ് പറഞ്ഞല്ലോ, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു എന്നാണ്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. മൻകാന യുഅ്മിനു ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ അല്ലെങ്കിൽ അള്ളാഹുവിലോ വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലോ വിശ്വസിക്കുന്നു. വലിയൊരു വാക്കാണത് അല്ലേ, വലിയൊരു വർത്തമാനമാണത്. നമ്മളൊക്കെ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി, നാളെ പരലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ വേണ്ടി ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. വിശപ്പ് സഹിക്കുന്നതും ദാഹം സഹിക്കുന്നതും നമ്മുടെ വൈകാരിക ചിന്തകളെയൊക്കെ മാറ്റി നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നാളെ നമ്മുടെ ഈ മനസ്സിനെ, നമ്മുടെ കൽബിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി മലിനമായ എല്ലാ വസ്തുക്കളെയും നീക്കം ചെയ്ത് സുരക്ഷിതമായി നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തിന്റെ പേരിലാണ്. ആ പടച്ചതമ്പുരാൻ തന്നെ മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തു, മങ്കാന യുഅ്മിനു ബില്ലാഹ്, എന്നിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നാളെ എൻ്റെ മുമ്പിൽ എത്തുമെന്നും കണക്ക് ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ ഹാജരാകേണ്ടതാണെന്നും തീർച്ചയായും നിങ്ങളുടെ ചലന നിശ്ചലനങ്ങളെ മുഴുവനും ഒപ്പിയെടുത്ത് നാളെ ആഖിറത്തിൽ ഒരു കിതാബ് രൂപേണ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമെന്നുള്ള ഉത്തമമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അല്ലാഹു പറയാണ്, ആ ഒരു വിശ്വാസം നിങ്ങൾ കൊണ്ടുപോയി യൗമിൽ ആഖിരി, യൗമിൽ ആഖിരി ഖിയാമത്ത് നാളിലെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഫൽയുക്രിം ലൈഫഹു, നിന്റെ അതിഥിയെ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത്. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഇതൊരു വലിയ വർത്തമാനമാണ്. ചെറുതാണെങ്കിലും വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഹദീസിനെ പരിചയപ്പെട്ടിട്ടുള്ള, അതിനെ അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ബോധ്യം മനസ്സിലാകും. ഒരു അവസാന അന്ത്യദിനത്തെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഫൽയുക്രിം ലൈഫഹു എന്ന് പറഞ്ഞത്. അവന്റെ അതിഥിയെ അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ.
അവന്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിഥിയെ ബഹുമാനിക്കുന്നതിൽ, അതിഥിയെ സ്വീകരിക്കുന്നതിൽ വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് ഈ വിശുദ്ധമായ ഇസ്ലാം. അതിഥിയെ തൃപ്തിപ്പെടുത്തി വേണമല്ലോ മടക്കി അയക്കാൻ. ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ, 1-2 ദിവസം നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത്, അവന്റെ ബഹുമാനവും ആദരവും സ്വീകരണവും എല്ലാം കൊടുത്ത് 100% തൃപ്തിയായി നമുക്ക് മുസാഫത്ത് ചെയ്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് മടങ്ങാറുള്ളത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിന്റെ തൃപ്തിയെ സൂക്ഷിച്ചു കൊണ്ട് നടക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. വിശിഷ്യ റബ്ബിൽ നിന്നാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെ? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നൊരു അതിഥി നമ്മുടെ അയൽപക്കത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരു അതിഥി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവനോട് കാണിക്കേണ്ട ബാധ്യതയിൽ എന്തെങ്കിലും ഒരു വീഴ്ചകൾ വന്നാൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റും, പൊറുക്കാൻ പറ്റും. ഇത് നമ്മുടെ സുഹൃത്തായതുകൊണ്ട് നമ്മുടെ വശക്കേടും ഏനക്കേടൊക്കെ വിചാരിച്ചിട്ട് അവൻ അങ്ങനെ അത്ര കഴിവുള്ളല്ലോ, അത്ര ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉള്ളല്ലോ എന്നൊക്കെ മനസ്സിലാക്കുന്ന സഹോദരനുമാണെങ്കിൽ നമ്മുടെ അതിഥിയെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സന്നിധാനത്തിൽ നിന്നും അതിഥിയായി എത്തിയ വിശുദ്ധമായ റമദാൻ, അത് അള്ളാഹുവിന്റെ അതിഥിയാണ്. അള്ളാഹുവിന്റെ അതിഥി നമ്മുടെ മുമ്പിൽ വരുമ്പോ നമുക്കൊരു കാരണവശാലും ഒരു നിലയിലും വീഴ്ച വരാൻ പാടില്ല. നാളെ ആഖിറത്തിലെത്തി അള്ളാഹുവിനോട് ഇതിന്റെ മുഴുവൻ റിപ്പോർട്ട് നാളെ കൊടുക്കും. ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കും. എൻ്റെ അടുക്കൽ വന്ന് ചെട്ടിയങ്ങാടി ഇമാം എന്ന നിലയിൽ എൻ്റെ അടുക്കൽ വിശുദ്ധമായ റമദാൻ എത്തിയപ്പോൾ ഞാൻ എന്ത് മാന്യതയാണ് റമദാനോട് കാണിച്ചത്, എന്ത് മര്യാദയാണ് കാണിച്ചത്, പകൽ സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടോ, ഭക്ഷണ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വൈകാരിക ചിന്തകളെ ഒതുക്കി നിർത്തുന്ന വിഷയത്തിൽ മാത്രമാണോ സൂക്ഷ്മത പുലർത്തിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മുൻപിൽ എന്റെ നോമ്പിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോ നമ്മൾ അവിടെ അപഹാസ്യരാകാതെ വളരെ സൂക്ഷ്മാലുക്കളായി നമ്മുടെ അതിഥിയാകുന്ന റമദാനെ നമ്മൾ സൂക്ഷിക്കണമെന്നാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ജില്ലാ കളക്ടറോട് പോലീസ് മേധാവിയോ നമ്മുടെ റിപ്പോർട്ട് എടുക്കാൻ ഒരാളെ അയക്കാന്ന് വിചാരിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് എന്നെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ റിപ്പോർട്ട് തേടുകയാണ് കളക്ടർ എന്ന് നമ്മൾ വിചാരിക്കുക. ആ വരുന്ന ഉദ്യോഗസ്ഥന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും, ഇല്ലേ? കാരണം എന്നെ കുറിച്ച് റിപ്പോർട്ട് അവിടെ കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ വന്ന് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് റിപ്പോർട്ടാണോ കളക്ടർക്ക് കൊടുക്കുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കാര്യത്തിന്റെ തീരുമാനം അവിടെ എടുക്കുന്നത്. അതുകൊണ്ട് വരുന്ന ആൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാകാതെ നമ്മൾ എപ്പോഴും പിറകെ നടക്കും. അവന് വേണ്ടത് കുടിക്കാൻ വാങ്ങിക്കൊടുക്കും, ഭക്ഷണം വാങ്ങിക്കൊടുക്കും, അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, അത്യാവശ്യം വേണമെങ്കിൽ കൈമുടക്കം കൊടുക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്, ഇല്ലേ? ഇതൊക്കെ ചെയ്യാറുണ്ട്. കാരണം എന്താണ്? ആ റിപ്പോർട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ബുദ്ധിമുട്ടും പ്രയാസവും പിന്നീട് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ, നമ്മൾ ചെല്ലേണ്ട കാര്യത്തിൽ, നമ്മൾ എത്തേണ്ട കാര്യത്തിൽ, നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? ഒരു ന്യൂനതയോ കുറവോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തീർച്ചയായും നമ്മൾ ഈ വരുന്ന അതിഥിയെ വല്ലാതെ ആദരിക്കുകയും അതുപോലെ ബഹുമാനിക്കുകയും ചെയ്യും. ഒരു പഞ്ചായത്തിലേക്ക് വീടിനൊരു അപേക്ഷ കൊടുത്താൽ നമ്മൾ, അല്ലെ, അന്വേഷിക്കാൻ വന്നാൽ എത്ര ഭവ്യതയോടെയാണ് അവരുടെ പിന്നാലെ നമ്മൾ നടക്കുന്നത്. കാരണം എന്താണ്? അത് 600 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് നമുക്ക് വെച്ച് തരും പഞ്ചായത്തിൽ നിന്ന്. അവിടുന്ന് അന്വേഷിക്കാൻ വരുന്ന ആളുകൾ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് വീട് കിട്ടുക. ആ മനുഷ്യൻ വന്നാൽ അയാൾ വണ്ടിയൊക്കെ പോയി നമ്മൾ വിളിച്ചുകൊണ്ട് വരും, ഭക്ഷണം കൊടുക്കും, അതുപോലെ അത്യാവശ്യം വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, തിരിച്ചു വണ്ടിയിൽ കൊണ്ടുവിടും. എന്തെല്ലാം കുറവുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും, അതെല്ലാം നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, അല്ലെ? സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യും. ഇങ്ങനെ തന്നെയാണ് ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി നമ്മളൊരു അപേക്ഷ സമർപ്പിച്ച് ഗവൺമെന്റിലേക്ക് അന്വേഷിക്കാൻ ആൾ വന്നാൽ എത്രയോ പവ്യതയോടെ നമ്മൾ പിന്നാലെ നടക്കും. എന്താണെന്നതിന് കാരണം? നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വീഴ്ച വരാൻ പാടില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സിൽ, നമ്മൾ പണിയാൻ പോകുന്ന ഒരു വീടിൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്ന ആളുടെ നെഗറ്റീവ് റിപ്പോർട്ടായി വന്നു കഴിഞ്ഞാൽ പ്രയാസമുണ്ടാകുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തീർച്ചയായും അത് വലിയ സൂക്ഷ്മാലുക്കളും സൂക്ഷ്മത പുലർത്തുന്നവരൊക്കെ ആകാറുണ്ട്. ഇത് തന്നെയാണ് വിശുദ്ധമായ റമദാനാകുന്ന അതിഥി. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അതിഥിയാണ്. ഇത് നമ്മുടെ വീട്ടിൽ വന്ന് നാളെ അങ്ങ് ചെന്നു കഴിയുമ്പോൾ എന്തെങ്കിലും കുറവ് വന്നാൽ അത് നമ്മെ ഗുരുതരമായി ബാധിക്കും. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധ പുലർത്തണം. നല്ല സൗകര്യങ്ങൾ ഉണ്ടാകണം. സൗകര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിശുദ്ധമായ റമദാൻ വരുമ്പോൾ റമദാനിൽ നമ്മുടെ വീട്ടിൽ തങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം. പകല് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അനിസ്ലാമികമായത് ഉണ്ടാകാൻ പാടില്ല, അധാർമികത ഉണ്ടാകാൻ പാടില്ല. റമദാനിനും അള്ളാഹുവിനും അവന്റെ പ്രവാചകനും നിരക്കാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ എന്ത് ചെയ്യാൻ പോവുക? നാളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ റിപ്പോർട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അതിഥിയാകുന്ന റമദാനിനെ
വളരെ മാന്യതയോടെ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരികളോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധമായ റമദാനിൽ അല്ലാത്തപ്പോൾ നമ്മൾ ശ്രദ്ധാലുക്കളാണെങ്കിൽ പോലും വിശുദ്ധമായ റമദാനിൽ വലിയ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങളുടെ വീട്ടിലെ മക്കളുടെ കാര്യത്തിൽ, ഭർത്താവിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ കുടുംബത്തിൽ താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവരുടെ റമദാൻ നഷ്ടപ്പെടുന്ന, റമദാന്റെ നോമ്പിന്റെ പവിത്രതയ്ക്ക് കളങ്കം വരുന്ന, അതിന്റെ ഓജസ്സിന്, അതിന്റെ തേജസ്സിന്, അതിന്റെ പ്രഭയ്ക്ക്, അതിന്റെ നൂറാനിയത്തിന് കളങ്കം വരുന്ന, ചോർച്ച വരുന്ന, അല്ലെങ്കിൽ ചേർച്ച കുറവ് വരുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ വീട്ടിൽ ഉണ്ടാകാതെ പരമാവധി ശ്രദ്ധിക്കേണ്ട ബാധ്യത ആർക്കാണുള്ളത്? നമ്മുടെ ഉമ്മമാർക്കാണുള്ളത്, സ്ത്രീകൾക്കാണുള്ളത്. എന്നാൽ റമദാൻ എന്ന വിശുദ്ധമായ അതിഥി നമ്മുടെ സ്വീകരണങ്ങളും പെരുമാറ്റങ്ങളും ഇടപാടുകളും കണ്ടറിഞ്ഞ് റബ്ബിന്റെ മുന്നിലേക്ക് മടങ്ങി എത്തുമ്പോൾ അവിടെ വെച്ച് നമ്മെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് നൽകും. നമ്മെക്കുറിച്ച് റബ്ബിനോട് സാക്ഷ്യം പറയും. അങ്ങനെയാണ്, നമ്മെക്കുറിച്ച് സാക്ഷി പറയും. അത് അള്ളാഹുവേ, ചിട്ടിയങ്ങാടി പള്ളിയിൽ ഞാൻ ചെന്നു, അല്ലെങ്കിൽ ചിട്ടിയങ്ങാടി ജമാഅത്ത് ഞാൻ ചെന്നു, അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിൽ ഞാൻ ചെന്നു, ധാരാളം നോമ്പുള്ള ആളുകളുടെ അടുക്കൽ ഞാൻ ചെന്നായിരുന്നു. കണ്ടോ, അവർ വളരെ മാന്യമായിട്ടാണ് എന്നെ സമീപിച്ചത്. ചില ആളുകളെ കുറിച്ചിട്ട് അള്ളാഹുവേ, ഈ വിശുദ്ധമായ റമദാനിന്റെ പകലിൽ അവൻ വിശുദ്ധമായ ദീൻ ആഗ്രഹിച്ച, അള്ളാഹു ആഗ്രഹിച്ച നിലവാരത്തിലുള്ള നോമ്പെടുക്കുന്നതിന് പകരം വിശുദ്ധമായ ഈ നോമ്പിന്റെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും ഈ വിശുദ്ധമായ റമദാനിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന നിലയിൽ, അതിനെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ ജീവിച്ച ആളുകളാണ് എന്ന് പറഞ്ഞൊരു പരാതി പോയാലോ അത് വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസത്തിലേക്ക് ആക്കി മാറ്റും. റമദാനെ മാനിച്ചവർക്ക് അനുകൂലമായ റമദാൻ സാക്ഷി പറയും, മാനിക്കാത്തവരെ കുറിച്ച് എതിരായ സാക്ഷി പറയും. അത്തരക്കാർക്ക് നിബിധങ്ങളുടെ ശഫാഅത്ത് പോലും ഉണ്ടാവില്ല എന്നാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടോ. അതായത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ്, ഖുർആൻ ഓതുന്ന ആളുകളാണ്, എല്ലാ ഇബാദത്തും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. എങ്കിലും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ദുആരക്കാറുണ്ട്, പടച്ചവനെ അള്ളാഹിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് നമുക്ക് നൽകണമേ, പ്രവാചകന്റെ റെക്കമെൻഡ് ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണം. നാളെ എന്തെല്ലാം ഇബാദത്ത് കൊണ്ട് നമ്മൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ പോയാലും ഏതെങ്കിലും പ്രവർത്തനങ്ങളുടെ പേരിൽ എൻ്റെ നമസ്കാരമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളുടെ പേരിൽ നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ സദഖകൾ, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് വേണ്ട സർവമാന അമലുകളും നമ്മുടെ പ്രവർത്തനം കാരണമായി അതിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടാകും, അതിന് ബലഹീനത സംഭവിച്ചിട്ടുണ്ടാകും. ആഗ്രഹിച്ച ഒരു പ്രഭയും അതൊരു പൊലിമയൊന്നും ഇല്ലാത്ത ഒരു ജീവൻ നഷ്ടപ്പെട്ട അമലുകളായി നാളെ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് അനിവാര്യമായി വരുന്നൊരു ഘടകമാണ് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഉണ്ടാവുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് വളരെ വ്യക്തമാണ്. 30 ദിവസ കാലഘട്ടം നമ്മോടൊപ്പം, 30 ദിവസ കാലഘട്ടം നമ്മോടൊപ്പം നമ്മുടെ റമദാൻ നടന്നിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു റമദാൻ, നമ്മുടെ റോട്ടിലുണ്ടായിരുന്നു റമദാൻ, നമ്മുടെ കച്ചവടശാലയിലുണ്ടായിരുന്നു റമദാൻ, നമ്മുടെ ഇബാദത്തുകൾ ഉണ്ടായിരുന്നു, നമ്മുടെ സംസാരത്തിലുണ്ടായിരുന്നു, നമ്മുടെ നോട്ടത്തിലുണ്ടായിരുന്നു, നമ്മുടെ ഇടപാടുകളിലുണ്ടായിരുന്നു, നമ്മുടെ ഇടപെടലുകളിലുണ്ടായിരുന്നു, നിറഞ്ഞു നിന്നു. അങ്ങനെ നമ്മെക്കുറിച്ച് ഒരു MRI സ്കാൻ സംവിധാനം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റമദാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു MRI എടുത്തിട്ടുണ്ട്. റമദാനിൽ നമ്മുടെ MRI സ്കാൻ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് പാഴ്ച വന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി. ഉള്ളാണ് നന്നാകേണ്ടത് അല്ലെ? കൽബാണ് നന്നാകേണ്ടത്, നെയ്യത്താണ് വേണ്ടത്. ഞാനത് ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള ക്ലാസ്സിൽ പറയും. പിന്നീടുള്ള ക്ലാസ്സിൽ പറയും. ഈ നോമ്പെന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി മനസ്സാണ് നന്നാകേണ്ടത്. നിങ്ങൾ തത്തക്കൂൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളായി മാറാൻ വേണ്ടിയാണ് നോമ്പിനെ നിങ്ങൾക്ക് ഞാൻ സംവിധാനിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ അടിയാധാരം എന്ന് പറയുന്നത് അത് തന്നെയാണ്, അടിത്തറ എന്ന് പറയുന്നത് അത് തന്നെയാണ്. മനസ്സാണ് നന്നാകേണ്ടത്. ഞാൻ നോമ്പുകാരനാണ്, തൊപ്പിയും താടിയൊക്കെ വെച്ച് ഞാൻ റോട്ടിൽ നടന്നിട്ട് ഞാൻ നോമ്പുകാരനാണെന്ന് 10 പേർ അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. ദുനിയാവിൽ നമുക്ക് നഷ്ടമാണ്, നമ്മുടെ സമയം നഷ്ടമാണ്, ആരോഗ്യം നഷ്ടമാണ്, നമുക്കെല്ലാം നഷ്ടമാണ്. ഒരു കാര്യം അതുകൊണ്ടില്ല. നേരെ മറിച്ച് നമുക്കതിന്റെ പ്രയോജനം കിട്ടുക എന്നുള്ളത് നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിനെ ഒന്ന് സ്കാൻ ചെയ്യും. ഒരു MRI സ്കാനിങ് നടത്തും. ആര്? വിശുദ്ധമായ റമദാൻ. ആ സ്കാനിങ് റിപ്പോർട്ട് അവിടെ നൽകുമ്പോൾ ഉള്ള എത്ര കണ്ട് ശോഭിച്ചിട്ടുണ്ട്, എത്ര കൊണ്ട് പ്രഭാപൂരിതമായിട്ടുണ്ട്, എത്ര കൊണ്ട് തിളങ്ങിയിട്ടുണ്ട്, മലീമസമായ കൽബിനെ എത്ര കണ്ട് കഴുകി വൃത്തിയാക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് അതിഥിയാകുന്ന വിശുദ്ധമായ റമദാൻ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധാനത്തിൽ നൽകുമെന്നാണ് വിശുദ്ധമായ ഹദീസ് ഷരീഫ് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ വിശുദ്ധമായ റമദാൻ അതിഥിയാണ്. ഈ അതിഥി നമ്മൾ റിപ്പോർട്ട് നൽകേണ്ടതാണ്. നമ്മുടെ മനസ്സും അതുപോലെ തന്നെ ശരീരവും സംസ്കരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് തന്നിട്ടുള്ളത് എന്ന് അടിക്കടി വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ റമദാൻ ആകുന്ന അതിഥി
നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ഭാവി സുരക്ഷിതമായിരിക്കണം, നാളെ ആഖിറം നമുക്ക് സുരക്ഷിതമായിരിക്കണം. ആ നിലയിലായിരിക്കണം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അതിഥിയാകുന്ന റമദാനിനോട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സൗഭാഗ്യം നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.